ദിവ്യദർശനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള ഈ യാത്രയിൽ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാനുള്ള 7 സ്റ്റെപ്പുകൾ വരെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു കഴിഞ്ഞു. എന്നാൽ ഈ സ്റ്റെപ്പുകളെല്ലാം കടന്ന് മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ സ്വപ്നങ്ങൾക്ക് വിഘ്നമായി ഒരു വില്ലൻ ചിലപ്പോൾ കടന്നു വന്നേക്കാം. ആരാണ് ആ വില്ലൻ? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നത്തെയും പോലെ നമ്മുടെ കൈപിടിച്ച് നടത്താൻ ബ്രഹ്മകുമാരീസ് കോഴിക്കോട് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുന്ന ബ്രഹ്മകുമാരി ഷീബ സിസ്റ്റർ നമ്മോടൊപ്പം ഉണ്ട്. സിസ്റ്റർ, നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. ഓം ശാന്തി. ഓം ശാന്തി. സിസ്റ്റർ, നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന ഈ സീരീസിൽ വളരെ മനോഹരമായ യാത്രയിൽ നമ്മൾ അതിൻ്റെ പര്യവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു ചർച്ചയായിരുന്നു എൻ്റെ ജീവിതത്തിലും പ്രേക്ഷകരുടെ ജീവിതത്തിലും സിസ്റ്റർ തന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇനിയും ഒരൊറ്റ കാര്യം കൂടി ക്ലാരിറ്റി വരേണ്ടതുണ്ട്. അതായത് എൻ്റെ മനസ്സിലുണ്ടായ ഒരു സംശയം, നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിന് 7 സ്റ്റെപ്പുകൾ കടന്നു വരിക എന്ന് പറഞ്ഞാൽ സിമ്പിളാണോ എന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. പക്ഷേ എന്നാലും അലേർട്ട് ആയിക്കൊണ്ട് അതിനെ ചെയ്യാന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ഇത്രയും പ്രയാസപ്പെട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഒരാൾ ചെയ്ത് വന്നിട്ട് അവരുടെ ജീവിതത്തിൽ ആ കാര്യം എങ്ങാനും നടന്നില്ല എങ്കിൽ അത് നെഗറ്റീവായി മാറുമോ? ആ റിസൾട്ട് വന്നില്ല എങ്കിൽ അവരുടെ ജീവിതം അതോടെ താറുമാറാവോ? അവർ തകർന്നു പോകാനുള്ള സാധ്യതയുണ്ടോ? ഇത്രയും അവർ എഫേർട്ട് എടുത്തിട്ട് ആ കാര്യം നടന്നില്ല എങ്കിൽ എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിലും എന്നെപ്പോലെ ഒരു പക്ഷേ പ്രേക്ഷകരുടെ മനസ്സിലും വന്നിട്ടുണ്ടായേക്കാം. എന്താണ് അതിൻ്റെ പ്രതിവിധി? തീർച്ചയായിട്ടും തോൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകരുമെന്ന് ചോദിച്ചാൽ തകരുമെന്ന് ഉറപ്പാണ്. ഞാൻ പല രീതിയിലുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. പല കാരണങ്ങൾക്ക് വേണ്ടി പലരും വിഷമിക്കുന്നതും നിരാശയാവുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഞാൻ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. കാരണം നമുക്ക് ആൻസർ നമുക്ക് വേറെ എവിടെയും തിരയാൻ കഴിയില്ല. തിരയണമെങ്കിൽ നമ്മുടെ മുന്നിൽ ജീവിച്ചു പോയ ഈ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരും ജീവിച്ചു പോയവരുമായിരിക്കുന്ന പലരുടെയും ജീവിതകഥ ഞാൻ വായിച്ചു നോക്കി. അപ്പോൾ അങ്ങനെ ഞാൻ പഠിക്കുന്ന സമയത്ത് സക്സസ് സ്റ്റോറീസിലൂടെ പാസ് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു രഹസ്യം, ഓൾമോസ്റ്റ് ഓൾ ആളുകളും അവരുടെ ലൈഫിലെ ഫസ്റ്റ് സ്റ്റെപ്പിൽ, സെക്കൻഡ് സ്റ്റെപ്പിൽ, തേർഡ് സ്റ്റെപ്പിലൊക്കെ ഫെയിലിയർ ആയവരാണ്. അതിലും പ്രത്യേകിച്ച് ഹോണ്ട കാറിൻ്റെ ഓണർ, ഹോണ്ട കാറിൻ്റെ ആ കാറിനെ കമ്പനി കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ യാത്ര നമ്മൾ വായിച്ചു നോക്കിയാൽ സൈക്കിളും വന്ന് സൈക്കിൾ കണക്ട് ചെയ്തതായിട്ടുള്ള വണ്ടി ഉണ്ടാക്കി, പിന്നെ അത് വന്ന് ഫസ്റ്റ് കാർ ഉണ്ടാക്കി, ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അദ്ദേഹത്തിൻ്റെ ഓരോ വിഷനും അത് പ്രാക്ടിക്കലാക്കി വന്നാണ് അവസാനം കാറിൻ്റെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം എഞ്ചിനീയർ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എഞ്ചിനീയേഴ്സ് അദ്ദേഹത്തിൻ്റെ കമ്പനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുത്തു. അങ്ങനെ ആ കാർ മേക്കിംഗ് കമ്പനി കോടതി ഓർഡർ പ്രകാരം പൂട്ടേണ്ടി വരികയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അദ്ദേഹത്തിന് നിരാശ ഉണ്ടായിട്ടുണ്ടാവും. പോകേണ്ട ഒരു സിറ്റുവേഷനാണ്, പക്ഷെ തളർന്നില്ല. എഗെയിൻ ആൻഡ് എഗെയിൻ വീണ്ടും കോടതി കേസ് നടത്തി പലതവണ കോടതിയിൽ കേസ് നടത്തിയിട്ടാണ് അദ്ദേഹത്തിന് ആ കോടതിയിലെ കേസ് അനുകൂലമായിട്ട് വിധി വരുന്നത്. അന്ന് ആ രീതിയിൽ ആ കേസിനെ വാദിച്ച് ജയിച്ച് തൻ്റെ ഡ്രീമിനെ മുന്നോട്ട് കൊണ്ടുപോയതുകൊണ്ടാണ് ഇന്നും ഹോണ്ട കാസ് നമുക്കിത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള എന്തൊക്കെ വാഹനങ്ങൾ ഇറക്കി ഇന്ന് ആ കമ്പനി ഏത് ലെവലിലേക്ക് എത്തി എന്ന് ചിന്തിച്ചു നോക്കി. ഇങ്ങനെ നമ്മൾ ജയിച്ച ആളുകളുടെ ഹിസ്റ്ററി നോക്കിയാൽ അമിതാഭ് ബച്ചൻ ഇപ്പം നമ്മുടെ ഇടയിലുള്ള ആളാണല്ലോ, പണ്ടത്തെ ആളല്ല. ആദ്യമായിട്ട് റേഡിയോ സ്റ്റേഷനിൽ ഒരു ഇൻ്റർവ്യൂവിന് പോയപ്പോൾ പരപര ശബ്ദം, ചിരട്ടയും പാറയും കൂടെ ഉരയ്ക്കുന്ന ശബ്ദമാണെന്ന് പറഞ്ഞയച്ച ആളാണ് അദ്ദേഹം. ഇന്ന് ആ ശബ്ദത്തിന് വേണ്ടി ലോകം കാതോർക്കുന്നില്ലേ? തീർച്ചയായും. ഇങ്ങനെ ഓരോരുത്തരുടെ ഹിസ്റ്ററി നോക്കിയാലും സച്ചിൻ ടെണ്ടുൽക്കറിന് ഉയരക്കുറവിന്റെ പേരിൽ കളിയിൽ നിന്ന് മാറ്റി നിർത്തിയ ആളാണ്, ക്രിക്കറ്റിന്റെ ഇതിഹാസമായിട്ട് മാറിയിരിക്കുന്നു. ഇങ്ങനെ ഞാൻ പഠിച്ചു നോക്കുമ്പോൾ ഒരുപാട് ലീഡേഴ്സ്, ഇന്നത്തെ സക്സസ്ഫുൾ പേഴ്സണാലിറ്റീസ്, അവരെല്ലാവരും തന്നെ അവരുടെ ലൈഫിൽ ഒന്നുമില്ലാത്തതിൽ നിന്ന് വളർന്നു വന്നവർ, അഥവാ ഉള്ളതിൽ നിന്ന് മുന്നോട്ട് നടന്നു വന്നതാണെങ്കിൽ പോലും അവരാരും ഒരു ഫെയിലിയർ ചെയ്യാതെ സക്സസ് ആയവരില്ല. ഒരാളെക്കുറിച്ച് ഞാൻ വായിച്ചു, ഫെയിലിയർ ഇല്ലാതെ സക്സസ് ആയ ഒരാളെക്കുറിച്ച്. അയാൾ പക്ഷേ ലൈഫ് ഫെയിലിയർ ആയിപ്പോയി എന്നുള്ളതാണ്. കേട്ടോളൂ, പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അദ്ദേഹം നമ്മുടെ കർണാടകത്തിലുള്ള ബാംഗ്ലൂരിൽ വളർന്നു വന്ന ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയിലെ ഓഫീസറാണ്. നല്ല മാർക്കോടുകൂടി പഠിച്ചു, എല്ലാത്തിലും ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ സെക്കൻഡ് റാങ്ക് വാങ്ങി, ഗോൾഡ് മെഡൽ വിന്നറായി ഒക്കെയും കഴിഞ്ഞു. അമേരിക്കയിൽ പോയിട്ട് സെറ്റ് ചെയ്തു ഫാമിലി, 2 മക്കൾ, മൂത്ത മകൻ ഡിഗ്രിക്ക് പഠിക്കുന്നു, ഇളയ മകൻ അങ്ങനെ ഏതോ എഡ്യൂക്കേഷൻ, നല്ല എഡ്യൂക്കേഷൻ, നല്ല വൈഫ്, ബിസിനസ് ഹൈ ലെവലിൽ എല്ലാം കഴിഞ്ഞ ശേഷം ഒരു ദിവസം പ്രഭാതത്തിൽ നോക്കിയപ്പോൾ അദ്ദേഹം സ്വന്തം തോക്ക് കൊണ്ട്
സ്വയം അവനവനെയും ഭാര്യനെയും 2 മക്കളെയും വെടിവെച്ച് കൊന്ന് സ്വയം ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ശരി. അത് വലിയൊരു വാർത്തയായിരുന്നു ആ സമയത്ത്. ഒരു NRI വിദേശത്ത് വെച്ച് ഇങ്ങനെ ഫാമിലി സഹിതം കൊന്ന് ആത്മഹത്യ ചെയ്യുന്നുള്ളതൊക്കെ. അദ്ദേഹത്തിൻ്റെ കത്ത് അതൊരു പ്രൂഫായിരുന്നു. അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നതായിരുന്ന ബിസിനസ് ഒരു വലിയ ഫെയിലിയറിലേക്ക് പോകാനുള്ളതായിരിക്കുന്ന യാത്രയാണ്. അപ്പോൾ നാളെ തോറ്റേക്കും എന്നുള്ളതായ ഉറപ്പ് വന്നപ്പോൾ ആദ്യത്തെ തോൽവി അദ്ദേഹത്തിന് സ്വീകരിക്കാൻ പറ്റിയില്ല. എന്നാൽ എല്ലാം ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവനവനെ മാത്രമല്ല, തൻ്റെ ഭാര്യനെയും മക്കളെയും കൂടി അവസാനിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഫെയിലിയർ നല്ലതാണ്. ഇടയ്ക്കൊക്കെ നമ്മൾ തോറ്റാലേ നമുക്ക് ആ വിജയത്തിന്റെ സുഖം അനുഭവിക്കാൻ പറ്റും. ചെറിയ ചെറിയ പരാജയങ്ങളാകുമ്പോൾ നമ്മുടെ മൈൻഡ് പവർഫുൾ ആവും. അല്ലെങ്കിൽ വലിയൊരു പരാജയം, സക്സസ് മാത്രം കിട്ടിയ ഒരാൾക്ക് പെട്ടെന്നൊരു പരാജയത്തെ താങ്ങാൻ ഒരിക്കലും സാധിച്ചേക്കില്ല. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ടീച്ചർ എന്നെ പഠിപ്പിച്ചത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കും. എൻ്റെ സയൻസ് ടീച്ചറായിരുന്ന ഒരു ജയഭാരതി ടീച്ചർ ഉണ്ടായിരുന്നു. ഞാൻ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ ചെറിയ ഏജിൽ പഠിക്കുന്ന സമയത്ത് ഒരിക്കൽ എൻ്റെ കൂട്ടുകാരും ഞാനും തമ്മിൽ, ഞങ്ങൾ പഠിത്തത്തിൽ കുറച്ച് മത്സരമുള്ള 3 പേരുണ്ടായിരുന്നു. ഒന്ന് ഫസ്റ്റ്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് വാങ്ങുന്നവർ. ഒരു സയൻസ് ക്ലാസ് ടെസ്റ്റ് കഴിഞ്ഞ സമയത്ത് 25 മാർക്കിൽ അവൾക്ക് 24 മാർക്ക് കിട്ടി, എനിക്ക് 23.5 മാർക്ക്, എൻ്റെ മറ്റേ കൂട്ടുകാരിക്ക് 23 മാർക്ക്. പക്ഷേ എനിക്ക് ആ 23.5 മാർക്ക് കിട്ടിയപ്പോൾ അന്ന് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എൻ്റെ ഫസ്റ്റ് റാങ്ക് പോയി. അപ്പം ഞാനിങ്ങനെ ആൻസർ ഷീറ്റ് എടുത്ത് അത് കൊണ്ടുവന്നിട്ട് എൻ്റെ സ്ഥാനത്തിരുന്ന് എനിക്ക് കരച്ചിലടക്കാൻ പറ്റിയില്ല, എൻ്റെ ഫസ്റ്റ് റാങ്ക് പോയല്ലോ എന്നുള്ള സങ്കടം. അപ്പോൾ ഞാൻ കരയുന്നുണ്ടപ്പോൾ ടീച്ചർ വിളിച്ചതിനോട് ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് കരച്ചിലുകൊണ്ട് പറയാൻ പറ്റുന്നില്ല, സങ്കടത്തോടെ ഞാൻ പറഞ്ഞു എന്തായാലും എൻ്റെ ഫസ്റ്റ് റാങ്ക് പോയി എന്ന്. ടീച്ചർ എന്ത് ചെയ്തെന്നറിയോ, ആ ആൻസർ ഷീറ്റ് അങ്ങ് വാങ്ങിയിട്ട് ഇപ്പോഴും ഞാൻ ഈ പറയുമ്പോൾ എൻ്റെ ദൃശ്യം എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. ആ മേശപ്പുറത്ത് ഇങ്ങനെ ആ മടക്കിയ പേപ്പറിൻ്റെ മുകളിൽ 23/25 ചുവന്ന പേപ്പറിൽ എഴുതിയ അതിനങ്ങോട്ട് കുറേ വെട്ടിക്കൂട്ടിയിട്ട് ആർക്കും വായിക്കാൻ പോലും കിട്ടില്ല 23.5 മാർക്ക്. അതിൻ്റെ താഴെ 20/25 ഞങ്ങൾ എഴുതി. ഞാൻ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒന്നും അല്ലാണ്ടായിപ്പോയി. എനിക്ക് സങ്കടം സഹിച്ചിട്ടില്ല. നിനക്ക് 20 മാർക്ക് കിട്ടിയിട്ട് എന്താ സംഭവിക്കാന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അന്ന് മുഴുവൻ ഞാൻ മൂഡ് ഓഫ് ആയി. ഞാൻ അന്ന് വീട്ടിൽ വന്ന് അമ്മോട് പറഞ്ഞു, അമ്മയ്ക്ക് മാർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ 20 മാർക്ക്. അമ്മ അങ്ങനെ മാർക്കിൻ്റെ കാര്യത്തിൽ ഒരു ബോധർ ചെയ്യുന്ന ആളൊന്നും ആയിരുന്നില്ല. ഞാൻ ബോധറായിരുന്നു അതിനെക്കുറിച്ച്. അപ്പോൾ അമ്മ 20 മാർക്ക്. ഞാൻ അമ്മ എനിക്ക് 20 മാർക്കല്ല, എനിക്ക് 23.5 മാർക്കുണ്ട്, കണ്ട ടീച്ചർ വായിക്കാൻ പോലും പറ്റാതെ വെട്ടിക്കിട്ടി. അപ്പോൾ എനിക്ക് പറയുമ്പോഴേക്കും സങ്കടം വന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, അതിനിപ്പോൾ എന്താ കുഴപ്പം, 20 മാർക്കായി എന്താ സംഭവിച്ചോ, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന്. പക്ഷേ ആ ഒരു ആക്ഷൻ ഉണ്ടല്ലോ, ടീച്ചറുടെ ആ ഒരു കർമ്മം, ഞാൻ പിന്നെ പലപ്പോഴും എൻ്റെ ലൈഫിൽ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ എന്തായാലും എനിക്ക് ഫീൽ ചെയ്യണ്ടായിപ്പോയി. 20 മാർക്ക് കിട്ടി എനിക്കൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് ചില തോൽവികൾ ഉണ്ടായാലും അല്ലെങ്കിൽ ലൈഫിൽ നമ്മൾ കാലം മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് ഫസ്റ്റ് ഫേസിൽ നമ്മൾ തോറ്റാലും അത് നമ്മൾ സന്തോഷിക്കുക വേണ്ടേ. കാരണം തോൽവിയുടെ കയ്പുണ്ടെങ്കിൽ വിജയത്തിന് മധുരം കുറച്ച് കൂടും. അതുകൊണ്ട് തോറ്റു എന്ന് കരുതിയിട്ട് നമ്മൾ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, തോറ്റു എങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഏതെങ്കിലും വിഷ്വലൈസേഷനിലോ അഫർമേഷനിലോ എന്തെങ്കിലും വ്യത്യാസം വന്നതാവാം. അതല്ലാന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യം എൻ്റെ എത്തത്തക്ക രീതിയിലുള്ളതായിരിക്കുന്ന അത്രയും എഫർട്ടായിട്ടുണ്ടാവില്ല. നമ്മൾ പറഞ്ഞ കഴിഞ്ഞ കണക്ക് കാർമിക അക്കൗണ്ട് എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ, പുണ്യം നമ്മുടെ പാപത്തിന് അതിജീവിക്കത്തക്ക രീതിയിലായിട്ടുണ്ടാവില്ല. ആ സക്സസ് എനിക്ക് എൻജോയ് ചെയ്യാനുള്ളതായിട്ടുള്ള നിമിഷമായിട്ടുണ്ടാവില്ല. അപ്പോൾ ചില ഫെയിലിയർ ലൈഫിൽ അത് സംഭവിച്ചോട്ടെ, നോ പ്രോബ്ലം. പക്ഷെ അത് പറഞ്ഞിട്ട് ആ സമയത്ത് നിരാശപ്പെട്ടു പോയാൽ അതാണ് ലോ ഓഫ് അട്രാക്ഷന്റെ ഏറ്റവും വലിയ ബ്ലോക്ക്. നിരാശയാണ് നമ്മുടെ ഏറ്റവും വലിയ വില്ലൻ. അതെ, നിരാശ വരാൻ വെച്ചാൽ അർത്ഥം അതോട് കൂടിയിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് പിന്നെ ചെയ്യാനുള്ള മൂഡ് ഉണ്ടാവില്ല, അതാവില്ല, കാര്യമില്ല, വെറുതെ പറയുകയാണ്, ഇതൊക്കെ ആളെ പറ്റിക്കുകയാണ്, ഇത് വിശ്വാസമില്ല, കാര്യമൊന്നുമില്ല, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫെയ്ത്താണ് ലോ ഓഫ് അട്രാക്ഷന്റെ കീ എങ്കിൽ നിരാശയാണ് ലോ ഓഫ് അട്രാക്ഷന്റെ ബ്ലോക്ക്. അതുകൊണ്ട് നിരാശ എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും മനസ്സിലേക്ക് വരരുത്. സപ്പോസ് നിങ്ങൾക്ക് ആ സമയത്ത് ആ ഒരു വിചാരിച്ച ലക്ഷ്യം കിട്ടിയിരുന്ന ഒരു ദിവസം, ഫോർ എക്സാമ്പിൾ ഒരു എക്സാം ആണെന്ന് വിചാരിക്കൂ, ഒരു ജോലിക്ക് വേണ്ടതായിട്ടൊരു ഇൻ്റർവ്യൂ ആണെന്ന് വിചാരിക്കൂ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടേണ്ടതായിട്ടുള്ളൊരു പ്രൊജക്റ്റാണെന്ന് വിചാരിക്കൂ, ഒരു ബിസിനസ്സാണെന്ന് വിചാരിക്കൂ. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ദിവസം, ഒരു സമയമൊക്കെ ഉണ്ടെങ്കിൽ ആ കാര്യം നടക്കാതെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് നിരാശയൊക്കെ വന്നേക്കാം. വരില്ല എന്നൊന്നും പറയില്ല, നമ്മളൊക്കെ മനുഷ്യന്മാർ തന്നെയല്ലേ. നിരാശ വന്ന് എന്ത് ചെയ്യണമെന്നറിയോ, നിങ്ങൾ വേണമെങ്കിൽ ഒരു 4 ദിവസം അതിൻ്റെ പ്രാക്ടീസ് മുഴുവൻ വേണമെങ്കിൽ നിർത്തിവെച്ചോ, അത് മറന്നോ ഞാൻ ആ ചെയ്തെന്നുള്ള കാര്യം. എന്നിട്ട് പകരം എന്തെങ്കിലും മറ്റുള്ള സ്റ്റഡിയോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ആസ്വദിക്കുന്ന 1 ദിവസം ഇതെല്ലാം ഫുൾ സ്റ്റോപ്പ് ചെയ്തിട്ട് അപ്പോഴേക്കും മനസ്സൊരുവിധം ശാന്താവും. എന്നിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യൂ. അല്ലാതെ വീട്ടിലും അന്നത്തെ ദിവസം പോയിട്ട് റീസ്റ്റാർട്ട് ചെയ്യാനിരുന്നാലുണ്ടല്ലോ
ഇതൊക്കെ വെറുതെയാണ്, നീ പോയി പണി നോക്ക് എന്ന് പറയും നമ്മുടെ മനസ്സ്. ആ പറയാൻ പോകുമ്പോൾ അതോടൊരു നിരാശയായി മാറി. ഇനി ചെയ്യണ്ട എന്ന് തീരുമാനം വരും. ആ നിരാശ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഡ്രീമിനെ ഒരുപാട് അകലത്തേക്ക് കൊണ്ടുപോകുക, നമ്മൾ അതിൽ നിന്ന് ദൂരേക്ക് ദൂരേക്കാക്കി കളയും. അതുകൊണ്ട് ആ നിരാശ ഹൈലി നെഗറ്റീവ് ആയിരിക്കുന്ന എനർജിയാണ്. അത് നമ്മുടെ സ്വപ്നത്തിൽ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് തള്ളിക്കൊണ്ടുപോവുക ചെയ്യുക. നിങ്ങൾക്ക് അഥവാ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ആ വിഷമത്തെ താങ്ങാൻ പറ്റില്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്യല്ലോ, നമുക്ക് സ്റ്റോപ്പ് ചെയ്യല്ലോ, പോസ് ചെയ്യുക. പോസ് ചെയ്തിട്ട് ഒരു 4-5 ദിവസം മറ്റു കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആയി ചിരിച്ച് കളിച്ചിട്ട് ഇതിനെ മറക്കുക എന്ന് വെച്ചാൽ മറക്കില്ല നമ്മൾ, പക്ഷേ പർപ്പസ്ഫുള്ളി മറക്കുക. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിച്ചിട്ട് എങ്ങാൻ നിരാശ വന്നു പോയാൽ അവിടെ നമുക്ക് നമ്മുടെ ഒരുപാട് റിസ്ക് വീണ്ടുമാണ്, പിന്നെയും റീപ്രോഗ്രാം ചെയ്യേണ്ടി വരും, പിന്നെയും എല്ലാം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാനും എൻ്റെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കിയ സമയത്ത് ചിലപ്പോഴൊക്കെ ചില ലക്ഷ്യങ്ങൾ നടക്കാതെയൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ വരുന്ന മൊമെൻറ്റിൽ അതുകൊണ്ടാണ് ഞാൻ വളരെ കൂളായിട്ട് ഈ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞുതരാൻ കാരണം എൻ്റെ അനുഭവമാണത്. ആ കാര്യം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉടനെ ചെയ്യുന്ന പണി അത്രയും ഞാൻ പ്രതീക്ഷിച്ചു നടക്കുമെന്ന് 100% ഉറപ്പിച്ചു. എന്നിട്ട് അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പണി എനിക്ക് വിഷമം വന്ന 1-2 സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായപ്പോൾ ഞാൻ ചെയ്ത യുക്തി ഇതായിരുന്നു, ഞാൻ ആ കാര്യത്തിന് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. എന്നിട്ട് മറ്റുള്ള കാര്യങ്ങളിൽ പഠനം, പിന്നെ പാട്ട് കേൾക്കുന്നത്, മറ്റുള്ള ആളോടൊപ്പം കൂടുതലായിട്ട് നമ്മൾ ഇൻവോൾവ് ആയിട്ട് മറ്റേതെങ്കിലും ആക്ടിവിറ്റീസിൽ നമുക്ക് സന്തോഷം തരുന്നതായിട്ടുള്ള ആളുകളായിട്ടുള്ള സംഘത്തിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരുപാട് വഴികൾ കണ്ടെത്തിയിട്ട് 4-5 ദിവസം അതിലൊക്കെ ഞാൻ ഇതിനെ മറന്നിട്ട് ആസ്വദിച്ചങ്ങ് നടന്നു. ഇവിടെ നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കേണ്ട ഒരു കാര്യം എനിക്ക് സംശയമുള്ളത് എന്താ വെച്ചാൽ, ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ കാണുമ്പോൾ നമ്മൾ കാണുന്നതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ആഴവും അതിൻ്റെ വലിപ്പവും അനുസരിച്ച് നമ്മളതിന് കാണുന്ന സമയവും കൂടി നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. എങ്കിൽ നമുക്ക് നിരാശ കുറേയൊക്കെ കുറയ്ക്കാൻ പറ്റും. കാരണം നമ്മൾ ഈ വലിയൊരു കാര്യം ലക്ഷ്യം വെച്ചിട്ട് നാളെ തന്നെ സംഭവിക്കണം എന്ന് വിചാരിച്ചാൽ ഒരു പക്ഷെ നടക്കണമെന്നില്ല. അപ്പം നമ്മൾ അതിന് സമയം ഇത്ര വരും എന്ന് ആദ്യമേ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതിൽ അതുകൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അങ്ങനെ ഇത്രയും വേണ്ടി വരുമെന്ന് പ്ലാൻ ചെയ്യല്ല. സമയം എടുക്കണമെങ്കിൽ എടുക്കട്ടെ, വേഗം നടക്കണേ, ടൈം കോൺഷ്യസിനെ ലീവ് ചെയ്യുക. നമ്മുടെ ഹാർഡ് വർക്കിലും നമ്മുടെ അധ്വാനത്തിലും നമ്മുടെ തോട്ട്സിലും നമ്മുടെ പരിശ്രമത്തിലും ഒക്കെ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. അത് കഴിഞ്ഞ ശേഷം ടൈം നടക്കുമോ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ ഒരു പ്രോബ്ലം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യങ്ങളിലൊക്കെ നമ്മൾ എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴും ഒരു ചെറിയ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇത് നെഗറ്റീവ് ആണെങ്കിൽ പോലും ആൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഇത്ര സമയത്തിനുള്ളിൽ നടക്കുമെന്ന വിശ്വാസത്തിന് ഒരിക്കലും അളവില്ല. നമ്മൾ 100% ഉറപ്പിക്കുകയാണ് അത് നടക്കും. അങ്ങനെ നമ്മൾ ഉറപ്പിച്ച് ഇറങ്ങുന്ന സമയത്തും ചില കാര്യങ്ങൾ നമ്മൾ ഇറങ്ങേണ്ടത് ധനപരമായിട്ട് കൂടിയായിരിക്കും. അവിടെ നമുക്ക് ചിലപ്പോൾ ലോൺ എടുത്തിട്ടായിരിക്കും, ചിലപ്പോൾ കടം വാങ്ങിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഉള്ളതൊക്കെ വിറ്റിട്ടായിരിക്കാം, എന്തെങ്കിലും റിസ്ക് എടുത്തിട്ടായിരിക്കും നമ്മൾ അത് ചെയ്യുന്നുണ്ടാവുക. നമ്മളെ വിശ്വാസം അപ്പോഴെന്താണ്, ഈ കാര്യം സംഭവിച്ചിരിക്കും, അല്ലെങ്കിൽ ഈ ബിസിനസ് നടന്നിരിക്കും, അല്ലെങ്കിൽ ഈ ഇപ്പോൾ ഒരു ഫിലിം പ്രൊഡക്ഷൻ ആണെങ്കിൽ ആ ഫിലിം പ്രൊഡക്ഷൻ സംഭവിച്ചിരിക്കും, അല്ലെങ്കിൽ സക്സസ്, ഇങ്ങനെയൊക്കെ ഒരുപാട് സക്സസ് ആണെന്ന് 100% വിചാരിച്ച ഒരാൾ ഇറങ്ങിയിട്ട് അതിലെന്തെങ്കിലും ഇതേപോലെ ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം തന്നെ തകർന്നു പോകുന്ന അവസ്ഥയ്ക്ക്. അപ്പോൾ അവിടെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എത്ര ശതമാനം അതിൽ എങ്ങനെ അവരതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഇവിടെ ഒരു വിശ്വാസം തകരുക മാത്രമല്ല, അവരുടെ ജീവിതം തന്നെ ചിലപ്പോൾ തകരുന്ന അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ, നമ്മൾ ഗോൾ ഞാൻ കാണുന്നത് എൻ്റെ റിയാലിറ്റിയിൽ നിന്ന് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ ഒരു ഡ്രീം നമ്മൾ കണ്ടുപോകരുത്. നമ്മൾ വിഷൻ കാണാം, എൻ്റെ ഡ്രീം, എൻ്റെ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞൊരു ഫിലിം പ്രൊഡക്ഷൻ, എൻ്റെ ഇത്ര കോടികളുടെ ഒരു ഫിലിം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും എന്ന് എനിക്ക് കാണാം. അത് ഇത്രയും ഗോൾ കഴിഞ്ഞ ശേഷം. അതുകൊണ്ടാണ് ആ വലിയ വിഷനും ആ ഗോളും തമ്മിലുള്ളതായിട്ടുള്ള ചെറിയ ചെറിയ ഗ്യാപ്പ് വേണമെന്നും ആ എപ്പിസോഡ് ഓർക്കുന്നുണ്ടാവും. ചെറിയ ചെറിയ പ്ലാറ്റ്ഫോംസ് അതിലൂടെ കയറി വേണം മേലെത്താൻ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാനിപ്പം 1 കോടിയുടെ പ്രൊജക്റ്റാണ് എൻ്റെ ഡ്രീം, അല്ലെങ്കിൽ 1 കോടി 10 കോടി ഒരു സിനിമ പ്രൊഡക്ഷനാണ് എൻ്റെ ഫിലിം ഡ്രീം ഉണ്ടായിരിക്കുക എന്ന് കരുതി ഇന്ന് ഞാൻ 10 കോടി ലോൺ എടുക്കാൻ പോകരുത്. അത് സംഭവിക്കണത് ആ ഹൈറ്റ്സിലാണ്. അതെന്തായാലും ചെറിയ ഗോൾ നമ്മൾ സെറ്റ് ചെയ്യൂ. കാരണം ഞാനൊരു ചെറിയ ഷോർട്ട് ഫിലിം, അതിന് വേണ്ടതായിട്ടുള്ള പൈസ എൻ്റെ കയ്യിലുള്ള പൈസയുടെ ആധാരത്തിൽ ഞാൻ ചെയ്യുന്നു. അതേസമയം എൻ്റെ ആ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ആയിട്ടുള്ള ടെക്നിക്ക് യൂസ് ചെയ്യുകയും ഞാൻ എൻ്റെ മണി അട്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫിലിമിൽ നിന്ന് അടുത്ത സ്റ്റേജ് കയറാനുള്ള മണി ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട്
പ്രാക്ടിക്കലായിട്ട് റിയാലിറ്റിയിൽ നിന്ന് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ ഡ്രീം കണ്ടാലാണ് ജീവിതം തകരുന്ന അവസ്ഥ സംഭവിക്കുക. അതൊരിക്കലും ആവരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ വിഷൻ ആൻഡ് ഗോൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറിയിട്ട് വേണം നമുക്ക് മേലെ എത്താനായിട്ട്. ഒറ്റയടിക്ക് താഴ്ന്ന് മേലേക്ക് ചാടാൻ നോക്കിയാൽ വീണ് ആളില്ലാണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആ പണി ഒരിക്കലും ചെയ്യരുത്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി വേൾഡ് അല്ല, അല്ലെങ്കിൽ ഒരു മാജിക് അല്ല, മന്ത്രവിദ്യ അല്ല, സിദ്ധിയല്ല. ദിസ് ഇസ് ദ റിയാലിറ്റി. ദ റിയൽ നമ്മൾ മുകളിലേക്ക് കയറണമെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറണം. അതുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ഹൈറ്റ്സിലേക്ക് മൂവ് ചെയ്യുമ്പോൾ വലിയ ഹൈറ്റ്സിന് സ്വപ്നം കണ്ടുകൊണ്ട് തന്നെ വേണം പോവാൻ. പക്ഷെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം നമ്മൾ മേലെ കയറാനായിട്ട്. ആ കയറ്റം വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് ഇതെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യും. തീർച്ചയായും. അപ്പം ഇതിൽ നമ്മൾ ഏറ്റവും മനസ്സിലാക്കിയ ഒരു സത്യം, ഏതൊരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയുടെ മൈൻഡിലുള്ള പിക്ചർ അല്ലെങ്കിൽ അവരുടെ വിഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കണം. ഒപ്പം അവർ ആ ഒരു കാര്യത്തിൽ വിവേകത്തോടെ പ്ലാനിങ്ങോടെ വിവേകത്തോടെ വേണം അതിനോട് അപ്രോച്ച് ചെയ്യാൻ. നിന്നുകൊണ്ട് പ്ലാൻ വേണം. ആവേശത്തിൽ കയറി ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇത് ഒരു സന്ദേശമാണ് ആക്ച്വലി. കാരണം നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പറഞ്ഞ ആവേശത്തോടെ അത് നടന്നിരിക്കുമെന്നുള്ള ആ ഒരു എടുത്തുചാട്ടം. എന്നോട് ചിലർ പറയാറുണ്ട്, അടുത്ത 1 കോടി രൂപ അതെനിക്കിപ്പോ വന്നിരിക്കും, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങാം. ഞാൻ പറഞ്ഞ ഉടനെ ഞാൻ പറയും നെവർ. ആ 1 കോടി രൂപയുടെ പ്രൊജക്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചെറിയ സ്റ്റെപ്പ് വെക്കൂ. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ വണ്ടർഫുൾ ഫാക്ടർ എവിടെയാണെന്ന് വെച്ചാൽ, നമ്മൾ വിഷ്വലൈസേഷനും ഈ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമ്മുടെ ഗോളും വിഷനും കാണുന്നുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും ആ ചെറിയ ഗോൾ അച്ചീവ് ചെയ്യാനതായിട്ടുള്ള ടൈമും വളരെ കുറഞ്ഞ സമയത്ത് നമ്മൾ ആ ഗോളിലെത്തും. അവിടെ നിന്നുള്ളതായിട്ടുള്ള അടുത്ത യാത്ര, നെക്സ്റ്റ് സ്റ്റെപ്പ്, അത് വളരെ വേഗം അടുത്തേക്ക് പോകും. ഫാസ്റ്റായിട്ട് നിങ്ങൾ യാത്ര നിങ്ങളുടെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകും എന്ന് കരുതൊന്നും കയറാണ്ട് അങ്ങോട്ടേക്ക് എത്തുന്നു വിചാരിക്കരുത്. അതില്ല, അതെ, ഈസി ആയി മാറും. യെസ്, എന്തായാലും ലോ ഓഫ് അട്രാക്ഷൻ സംഭവിച്ചിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. അതാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ വിജയം. അപ്പോൾ ഏതൊരു വ്യക്തിക്കും ഇന്ന് സാധിക്കും. പക്ഷേ ആ വ്യക്തി എത്രത്തോളം ശ്രദ്ധയോടെ, എത്രത്തോളം മുന്നൊരുക്കങ്ങളോടെ കാൽ വെക്കണം എന്നതുകൂടി ശ്രദ്ധിക്കണം എന്ന് മാത്രം. അപ്പോൾ എന്തായാലും ജീവിതത്തിൽ ഇത്രയും മനോഹരമായ ഈ യാത്ര ഞങ്ങളെ പഠിപ്പിച്ചു തന്ന സിസ്റ്റർക്ക് ഒരുപാട് നന്ദി. ഓം ശാന്തി. മോഹഭംഗം അഥവാ നിരാശ നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ വില്ലനാണ്, അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് തകർക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ലോ ഓഫ് അട്രാക്ഷൻ്റെ യാത്രയിൽ വളരെ മനോഹരമായ സ്റ്റെപ്പുകളിലൂടെ നമ്മൾ സഞ്ചരിച്ചു. അതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ സഞ്ചരിക്കണം, നമ്മുടെ സ്വപ്നങ്ങൾ എങ്ങനെ നേടണം എന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ അവിടെയും വിവേകത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് വിജയം നേടാൻ സാധിക്കുന്നത്. ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ സക്സസ് നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങൾ ആശംസിക്കുകയാണ്. അടുത്ത ഒരു തീമുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.